സേവാക്കി നോക്കി, പറ്റുന്നില്ല. ചിലവർക്ക് മുരളിക്ക് പറ്റുന്നില്ല. മുരളിക്ക് ഞാൻ ഇന്ന് 3 വീഡിയോ മാറ്റം കണ്ടിന്. പിന്നെ ഒരു ലോങ്ങും 2 ഇതും. അല്ല ലോങ്ങിന് കിട്ടിയെന്നറിയാം, അത് ഞാൻ നോക്കിയില്ല. ഷോർട്ടിൻ്റെ തീരെ കിട്ടാതെ. രാവിലെ അമ്മയുടെ ലൈവിൽ ടൈമിൽ ഞാൻ ഫുൾ ബിസി ആയിരുന്നു. ആയിക്കോട്ടെ, അതിന് സാരമില്ല മോനെ. ഞാൻ നിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിന്, അതിൻ്റെ പിന്നെ ഇവളതും അതിൻ്റെതും. നീ ഒരു ലോങ് വീഡിയോ കണ്ടിന്, എന്നിട്ട് അതൊന്നും കമൻ്റ് ഇട്ടിട്ട് വരുന്നില്ല കേട്ടാ. കമൻ്റ് ഇല്ല ആർക്കും. ഇന്നിപ്പം എനിക്ക് കമൻ്റ് തീരെ കിട്ടുന്നില്ല. നീ നെറ്റ് തീർന്നു എന്ന് പറയുന്നുണ്ട്. അതെയാ ടോംസ് ഹായ് എന്ന് പറയുന്നുണ്ട്. ശിവ ആതിര ഉറങ്ങിയോ ചോദിക്കുന്നുണ്ട്. ആതിരേൻ്റെ നീ പറഞ്ഞില്ലേ പിന്നെ ഇങ്ങനെ ആതിര എടുത്ത വീഡിയോ കൊണ്ട് ഇട്ടിട്ടിന്ന്. ഞാൻ അതിലെടുക്ക ഒരു ലോങ് വീഡിയോ ഇട്ടിനല്ല നീ, അതും ഞാൻ കണ്ടു. എന്നിട്ട് കമൻറ്റ് ഇട്ടിന്, കമൻ്റൊന്നും അവിടെ വരുന്നില്ല. ഒരു കമൻറ്റും വരുന്നില്ല. ഓരോരോ ഉച്ചക്ക് ശേഷം രാവിലെ എല്ലാം കുറേ ശേഷം കിട്ടുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയതിനു ശേഷം തീരെ ഇല്ല. ആർക്കും കമൻറ്റ് ഇട്ടാലും കമൻ്റ് ഇല്ല. ഷോർട്സിന് തീരെ ഇല്ല. ഷോർട്സിന് ചില ആളേനെങ്ങാനും കിട്ടിപ്പോയെങ്കിലേ അത്രയേ ഉള്ളൂ. എത്ര 3-4 കണ്ടിട്ട് ഇല്ലാണ്ട് ഞാൻ വെറുതെ കഷ്ടപ്പെട്ടതല്ലാണ്ട്. നാളെ ഉമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും, ഞാൻ കാണില്ല. അത് എന്നാ നാളെ ഉമ്മക്കെന്നാണ് മോളെ? ഉമ്മക്കെന്നാണ് അസുഖം? ഉമ്മക്കെന്നാണ് അസുഖം? അഡ്മിറ്റ് ആക്കും, ഞാൻ കാണില്ല എന്ന് പറയുന്നുണ്ട്. മുരളി ആതിര പാത്രം കഴുകി വയ്ക്കുന്നു, അടുക്കളയിലാണ്. മതിയാ. പിന്നെ നേരത്തെ ഓള വീഡിയോ എന്ന് പറയുന്നത് ഓള എഴുത്ത് വീഡിയോ എന്ന് പറയുന്നത് ഓള് നടക്കുന്ന ഇതല്ലേ, അതന്നെയല്ലേ. നന്ദു അമ്മച്ചി ഹായ് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടു, അതും കണ്ടിട്ട് ലോങ് വീഡിയോ കണ്ടു. പിന്നെ നോക്കുമ്പോഴേക്കാണ് കമൻ്റ് ഇട്ടിട്ട് കാണുന്നുമില്ല. നന്ദു അമ്മച്ചി ഹായ് എന്ന് പറയുന്നുണ്ട്. റുക്ക ടീച്ചർക്ക് കമൻ്റ് ഇട്ടു. 3-4 വീഡിയോ കണ്ടിട്ട് എല്ലാം ഒറ്റ ഏടി പിടിച്ചില്ല. മുഹമ്മദ് കുട്ടി ചോറുണ്ടോ അമ്മയും ചെയ്യാൻ? ചോറുണ്ടു മോനെ, ചോറുണ്ടു. മക്കൾ ചോറുണ്ടോ? നന്ദു എന്നെ ഉണ്ട് വിശേഷം ചെയ്യുന്നു. ഒരു വിശേഷം ഒന്നും മോനെ, മഴേൻ്റെ തണുപ്പ് കൊണ്ടോ എന്നറിയില്ല, എന്താണെന്നറിയില്ല, ശീതം വിറക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഒരു തണുപ്പ് വിറക്കും പോലെ. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ജസ്റ്റ് വാച്ച് ഹായ് അമ്മയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായല്ലോ കണ്ടിട്ടില്ലേ. ജസ്റ്റ് നമ്മളെല്ലാം ഒന്നിച്ചായിപ്പോയി. പിന്നെ ഇത് ലൈവെല്ലാം തന്നെ. ഇപ്പം ലൈവ് ഓരോരാളും കാണാനേ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇതിടുമ്പം അങ്ങോട്ട് വരാനേ പറ്റുന്നില്ല. സുഖമാണോ? സുഖം തന്നെയാണ്. നന്ദു അമ്മച്ചിയുടെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെയാ, ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കണേ, ഒന്ന് സബ് ചെയ്യണം. മുരളി വെണ്ടക്ക പിന്നെ അരിയുന്ന അതന്നെ അത് ഞാൻ കണ്ടിന്. ഓൾ കത്തിയോട് മുറിച്ചിടുന്നത് അത് കണ്ടിന്. അത് കണ്ടിന്, ശരിയാണ്. പിന്നെ ഒരു നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അകത്തേക്ക് നടക്കുന്ന അത് കണ്ടിന്. അത് ആതിര സ്വന്തമായി എടുത്ത മതിയാ. വെണ്ടക്ക അരിയുന്ന അവൾ സ്വന്തമായിട്ട് എടുത്ത്. അത് ശരി. അത് നിൻ്റെ ലൈവിൽ വന്നേരാ ഞാൻ പോയിനി. എനിക്ക് നിൻ്റെ ലൈവിൽ വരാണ്ട് എനിക്ക് കിട്ടുന്നില്ല. അവിടെ കമൻറ്റ് നിൻ്റെ ഇതിൽ നോക്കിയിട്ട്. മുഹമ്മദ് കുട്ടി ആതിരയുടെ വീഡിയോ കണ്ടു, വെണ്ടക്ക മുറിക്കുന്നത്. കണ്ട്. പിന്നെ ഷീബി ഉണ്ടായിരുന്നു വേട. ഞാൻ വൈകുന്നേരം പോകാൻ രണ്ടാമതും പോയിന്. അന്നേരമാണ് ഷീബ. ഷീബി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതായനെ ഷീബ പോയിനെന്ന് തോന്നുന്നു. ഷീബ വന്നിട്ട് കണ്ടിന്. ആതിരയുടെ വീഡിയോ കണ്ടു, വെണ്ടക്ക മുറിക്കുന്നതെന്ന് പറഞ്ഞു. അതന്നെ ജസ്റ്റ് വാച്ച്. അപ്പോൾ ഒക്കെ എടുക്കാനെല്ലാം അറിയാം. ഫുഡ് കഴിച്ചു. ജസ്റ്റ് വാച്ച് ലൈക്ക് എന്ന് പറയുന്നുണ്ട്. മുരളി സീമ ചേച്ചി എങ്ങനെയുണ്ട്? ബോറുണ്ടോ വീഡിയോ? എന്ത് ബോറ് വന്നിനപ്പം? അങ്ങനെ നല്ല എടുക്കലും പഠിക്കലും. എന്നാലും അത്ര പരിവോളാക്കിയില്ലേ. മുരളി മാറിപ്പോയതാ ഷീബ ചേച്ചിന്ന്. സാരല്ല. പിന്നെ എന്നാ ബോറ് വന്നിന്? അങ്ങനെയല്ല എല്ലാവരും പഠിക്കല്. അങ്ങനെ എടുത്ത് പഠിക്കട്ട്. ഓരോ പഠിച്ചാലാണ്ട് ആവുക. ഷീബ വിളിപ്പ് എന്ന് പറയുന്നുണ്ട്. ഷീബ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷം? മുരളി മാറിപ്പോയതാന്ന് പറയുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിഞ്ഞോ മോനെ? വീട്ടിലെത്തിയല്ലേ? ഭക്ഷണമെല്ലാം കഴിഞ്ഞോ? ഇത് രാവിലെ ലൈവില്ലേനു? രാവിലെ ഇതില്ലാതെ ലൈവില്ലേനു? നിങ്ങൾ രണ്ടാളും കൂടി ഉള്ളേ. പക്ഷെ ഒരു സൗണ്ടില്ല അല്ലേ? ലേഖപ്രകാശ് ഹായ് എന്ന് പറയുന്നത്. നന്ദു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചു മോനെ, കഴിച്ചു. ലേഖപ്രകാശ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? എവിടെയാന്ന് നന്ദുമോൻ്റെ നാട് എവിടെയാന്ന്? ഹനി ഹായ് എന്ന് പറയുന്നുണ്ട്.
ഭക്ഷണം കഴിച്ചു. ഹനി ആരാണ്?